ഇത് എൻ്റെ ടെറസിൻ്റെ മുകളിൽ നട്ടിരിക്കുന്ന കറ്റാർ വാഴയാണ്. ഇതിൽ നിന്നുമാണ് ഞാൻ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഉണ്ടാക്കാനുള്ള കറ്റാർ വാഴ എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കറ്റാർ വാഴയുടെ പരിചരണമാണ്. അതിൻ്റെ നടൽ മുതൽ വളം കൊടുക്കുന്ന രീതികൾ വരെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാ നോക്കിയേ, ഇത് നല്ലൊരു കാറ്റും മഴയും ഉണ്ടായിരുന്ന ദിവസം മേളിൽ നിന്നും താഴത്തേക്ക് കറ്റാർ വാഴയുടെ ചെടി മറിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്നും ഒന്ന് ഒടിഞ്ഞു പോയ കൊമ്പുകളാണ് കേട്ടോ. ഇതാ നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല മഴ പെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ ഈ കറ്റാർ വാഴ നടാനായിട്ട് ഞാൻ 4 പോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സാധാ പോട്ടും, ഒന്നൊരു നമ്മൾ പെയിൻ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അതും, പിന്നെ അതേപോലെ തന്നെ 2 ചെറിയ പോട്ടും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ 2 ചെറിയ പോട്ട് എനിക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ പോട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അതായ ഒരു പെയിന്റിന്റെ പോട്ട് ഓൾറെഡി ഞാൻ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ പോട്ടാണെങ്കിലും ആദ്യമേ തന്നെ ഹോളൊക്കെ ഉള്ളതാണ്. മണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണ് നമുക്ക് എല്ലാ പോട്ടിലേക്കും ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അധികം ഒന്നും ഇടുന്നില്ല കേട്ടോ. കറ്റാർ വാഴക്ക് അധികം മണ്ണ് വേണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോ പോട്ടിലേക്കായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ആദ്യം നിൽക്കുന്ന ആ ഒരു കറ്റാർ വാഴ പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ, അത് മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ആണേ, അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ അലോവേറാസ് നമുക്ക് അതിൽ നിന്നും മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചാണേ. ഈ കറ്റാർ വാഴയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കറ്റാർ വാഴ വളർത്തുന്നതെന്നുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. വായു ശുദ്ധീകരിക്കുവാൻ ഇതിനുള്ള കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ മൊത്തത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 500-ലധികം കറ്റാർ വാഴകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനെ തന്നെ 3ആയിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. 1 ഔഷധ ഗുണമുള്ളവ, 2 നമ്മൾ അലങ്കാരത്തിനായിട്ട് വളർത്തുന്നവ, 3 നല്ല മരം പോലെ നല്ല ഉയരത്തിൽ വളരുന്നവ. ഞാൻ ആവശ്യത്തിനുള്ള മണ്ണൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം മണ്ണ് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ബയോബിൻ വളമാണ്. അടുത്തത് എല്ലുപൊടി മിക്സും കൂട്ടത്തിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കാൻ പോകുന്നത്. അധികം മണ്ണ് ചേർക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ വളങ്ങൾ ഓരോ പോട്ടിലായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറ്റാർ വാഴയാണ് കറ്റാർ വാഴകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. കാരണം ഇലകൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടാതെ നല്ല രീതിക്ക് തന്നെ ജെല്ലും ഇതിൽ ഉണ്ടാവും. നമ്മൾ സാധാരണയായി ഔഷധങ്ങൾക്കും സൗന്ദര്യത്തിനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കറ്റാർ വാഴ ഇതാണ് കേട്ടോ. ഇത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് തൈകളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇലകൾ ചെറുതായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നല്ല ലൈറ്റ് പച്ച കളറായിരിക്കും കേട്ടോ. ചെടി ചെറുതായിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിൽ ചെറുതായൊരു വെള്ള കുത്തുപോലെ കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ചെടി വളർന്ന് നല്ല ഗ്രോത്ത് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ലീഫിൽ ആ ഒരു വെള്ള കുത്തുകളൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു അലോവേറ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗം. കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും പ്രത്യേകം പരിചരണമില്ലാതെ തന്നെ നമ്മൾ ഈ ഒരു കറ്റാർ വാഴ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല, അലോവേറ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അറ്റത്ത് കാണുന്ന ആ ഒരു മഞ്ഞ കളർ, അത് നാടൻ കറ്റാർ വാഴയുടെ പ്രത്യേകതയാണ്. കറ്റാർ വാഴക്ക് നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ 40% മണലോ ചരലോ ഒക്കെ എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ബയോബില്ലെ വളം ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്ക് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കറ്റാർ വാഴ നടാനായിട്ട് ചെടിച്ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആഴത്തിലുള്ള ചെടിച്ചട്ടി എടുക്കുന്നതിന് പകരം നല്ല വട്ടത്തിലുള്ള ചെടിച്ചട്ടി എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇത് താഴത്തേക്കല്ല വളർന്നു വരുന്നത്, വശങ്ങളിലേക്ക് പടർന്നു പിടിച്ച് വേരിൽ നിന്നും പൊട്ടിപ്പൊട്ടിയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി വട്ടത്തിലുള്ള ചെടിച്ചട്ടി ആണെങ്കിൽ അതാണ് നല്ലത്.
ഇപ്പോൾ ഞാൻ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തൈകളൊന്ന് വേർപെടുത്തി എടുക്കാം. തൈകൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റും. ദാ കണ്ടില്ലേ, ഇതേപോലെ തന്നെ വേരൊന്നും പൊട്ടാണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന എല്ലാം തന്നെ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ചും കൂടി വളങ്ങളൊക്കെ ചേർത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് രണ്ടാമതൊന്നും കൂടി ഒന്ന് അതിൽ തന്നെ നട്ടുവെക്കാനാണ്. പിന്നെ അത് മാത്രമല്ല, അതിൽ അത്യാവശ്യം വലുതായിട്ടുള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നടാൻ കൂടിയാണ്. അപ്പോഴാണല്ലോ പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ദാ മുഴുവനായിട്ട് തന്നെ അതിൽ നിന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കാരണം മണ്ണ് അതേപോലെ ലൂസായിട്ടുള്ള മണ്ണാണ്. അതുമാത്രമല്ല, അധികം താഴ്ചയിലല്ല നമ്മളിത് നട്ടുവെക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ 2 എണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലെ ഞാൻ മാറ്റിയിട്ടില്ല. ആദ്യം ഒരു ചട്ടിയിൽ നട്ടതിന് ശേഷം രണ്ടാമത്തെ ചട്ടി നമുക്ക് നടാനായിട്ട് എടുക്കാം കേട്ടോ. ശരിക്കും നമ്മളുടെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ആകെ നമ്മൾ നനയ്ക്കുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദാ ഇതേപോലെ ചെറിയൊരു കുഴി എടുക്കുക കേട്ടോ. വളരെ ആഴത്തിലൊന്നും എടുക്കണ്ട, നമ്മളുടെ വേര് ജസ്റ്റ് ഒന്ന് താഴ്ന്നിരുന്നാൽ മാത്രം മതി. അപ്പോൾ ദാ സൈഡിലുള്ള ചെറുതായിട്ട് ചീത്തയായ ഒരു കമ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് നട്ടു കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വൈറ്റ് പോട്ടിലൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഒരെണ്ണം കൂടി അതിൽ ഞാൻ നട്ടുവെക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ബുഷിയായിട്ട് നിന്നാലാണല്ലോ കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ട് ഒക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഫുള്ളി വൈറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ അലോവേര ചെറിയ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് കുഞ്ഞി കപ്പിലൊക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കറ്റാർ വാഴയ്ക്ക് നമ്മൾ മണ്ണൊരുക്കുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിക്ക് തന്നെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് തന്നെ നമ്മൾ കൊടുക്കണം. ഇലകളിൽ തന്നെ വെള്ളം സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് 2 ആഴ്ച നനച്ചില്ലെങ്കിലും കറ്റാർ വാഴയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ അമിതമായി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ ദാ കുറച്ച് വലിയ കറ്റാർ വാഴയാണ് ഇനി അടുത്തതായിട്ട് നടാനെടുക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല നീളത്തിൽ വേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ദാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, ചെറുതായി ഉണങ്ങിയ തണ്ടുകളും ഉണ്ടായിരുന്നു, നിലത്ത് മുട്ടിക്കിടക്കുന്ന തണ്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ദാ നട്ടു കൊടുക്കുന്നുണ്ട്. ഇനി ജെല്ലായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഒരു മഞ്ഞ കളറിലെ ദ്രാവകം വരുന്നതായിട്ട് കാണാം. അതിനെ അലോയിൻ എന്നാണ് വിളിക്കുന്നത്. അത് നമുക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ചാരി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ഞ കളറിലെ ദ്രാവകം പോയി തീരുന്നതാണ്. അതിനുശേഷം മാത്രം നമ്മൾ ജെൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ വീട്ടിൽ കുട്ടികളുടെ ദേഹത്ത് മുറിവോ അതേപോലെ തന്നെ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജെൽ വളരെ ഉത്തമമാണ് പുരട്ടാനായിട്ട്. ഞാൻ ഇതേപോലെ കുട്ടികളുടെ ദേഹത്ത് ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പോട്ടിലെ ഞാൻ നട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല കാറ്റുമഴയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ വേഗം ഒന്ന് നട്ട് തീർക്കട്ടെ. രണ്ടാമത്തെ പോട്ട് ഇനിയിപ്പോൾ ഇന്ന് നടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അലങ്കാര ചെടിയായിട്ട് വളർത്താനുള്ള പോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പോട്ട് ഞാൻ ഇൻഡോർ ആയിട്ട് വെക്കാനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ കിട്ടുന്ന വെയിൽ കറ്റാർ വാഴക്ക് വളരെ നല്ലതാണ്. ഉച്ച സമയത്തുള്ള കഠിനമായിട്ടുള്ള വെയിൽ താങ്ങാനുള്ള കഴിവ് നമ്മുടെ കറ്റാർ വാഴയ്ക്ക് ഇല്ല കേട്ടോ. അങ്ങനെ വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ഇലയുടെ കളർ തവിട്ട് നിറമോ അല്ലെങ്കിൽ ചുവപ്പ് നിറമോ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെടിയൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം എൻ്റെ കറ്റാർ വാഴയ്ക്ക് വെള്ളം കൊടുക്കാറില്ല, പക്ഷെ ചെടി നട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതേപോലെ വെയിലില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലീഫ് ഒട്ടും കാനൂല്ലാണ്ടായിരിക്കും കേട്ടോ വളർന്നു വരിക. അതായത് അത്യാവശ്യം വെട്ടം കിട്ടുന്നൊരു സ്ഥലത്ത് വേണം നമ്മളുടെ കറ്റാർ വാഴയെ പ്ലേസ് ചെയ്യാനായിട്ട്. അതേപോലെ ഇൻഡോർ ആയിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ജനാലയ്ക്കരികിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ അത്യാവശ്യം വെയിൽ കൊള്ളിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. ജൈവവളങ്ങളാണ് കറ്റാർ വാഴ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. മുട്ടത്തോട് പൊടിച്ചതോ
കടല പിണ്ണാക്കിൻ്റെ തെളിയോ ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മളുടെ കറ്റാർ വാഴയ്ക്ക്. അതേപോലെ തന്നെ ചാണകപ്പൊടിയും ബയോബിൻ്റെ വളവും ഒക്കെ നല്ലതാണ്. ഇനി ബാക്കിയുള്ള വേസ്റ്റൊക്കെ നമുക്കിതാ ഇതിൻ്റെ കടയ്ക്കിട്ട് കൊടുക്കാം. അത് നമ്മുടെ ചെടിക്കൊരു വളം കൂടിയാണ്. ഇത് പീനട്ട് ബട്ടറാണ് കേട്ടോ. അത്യാവശ്യം പൂവിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വിത്ത് പാകിയ മുളക് ദാ ഇത്രത്തോളം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നടാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.